ആശമാർ വീട്ടിൽ പോവില്ല എന്ന് തീരുമാനിച്ചു ഉറപ്പിച്ചു തന്നെ. അവർ ആവശ്യപ്പെട്ട ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചില്ല എന്ന നിലപാടിൽ ഉറച്ചാണ് നിൽക്കുന്നത്. ശമ്പളം വർദ്ധിപ്പിച്ചതോ തൊഴിലാളികളാക്കുന്നതോ വിരമിക്കുമ്പോൾ 5 ലക്ഷം അനുവദിക്കണമെന്നുൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളൊന്നും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടില്ല. എന്നാൽ അതിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടർന്നിട്ട് എന്താണ് പരിഹാരമെന്ന് ഈ സമരം ചെയ്യുന്ന ആശമാർക്കെങ്കിലും കുറഞ്ഞ പക്ഷം അറിയാമോ എന്നറിയില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദി സംസ്ഥാന സർക്കാരും വീണ ജോർജുമാണ് എന്ന പേരിലായിരുന്നു ഇത്രയും ദിവസത്തെ ആക്ഷേപങ്ങളും പ്രകടനങ്ങളും ഒക്കെ. എന്നാൽ വീണ ജോർജ് നിരന്തരമായി ആവശ്യപ്പെട്ടിട്ട് ഇന്നലെ കേന്ദ്രമന്ത്രി നദ്ദയെ കാണാനുള്ള അനുവാദം ലഭിച്ച് അവിടേക്ക് പോയതിനെ പോലും മറ്റു പല ആവശ്യങ്ങൾക്കുമാണ് എന്ന തരത്തിൽ വളച്ചൊടിച്ച് രൂക്ഷമായ ആക്ഷേപങ്ങളാണ് പുറത്തു വന്നത്. വീണ ജോർജിന്റെ കേന്ദ്രത്തിലേക്കുള്ള യാത്രയെ അനുകൂലിച്ചും ധാരാളം ആളുകൾ സമരപന്തലിൽ നിന്നു തന്നെ രംഗത്ത് വന്നിരുന്നു എന്നുള്ളത് ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ട കാര്യം തന്നെയാണ്. എന്നാൽ വീണ ജോർജിന്റെ ഒരു സമ്മർദ്ദത്തിനും വഴങ്ങാൻ കേന്ദ്രം തയ്യാറായില്ല. ഇൻസെന്റേറ്റീവ് കൂട്ടുന്നത് ഉൾപ്പെടെയുള്ള ഒരു കാര്യങ്ങളും കേന്ദ്ര സർക്കാർ അനുവദിച്ചു നൽകിയിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സ്ത്രീ വോളണ്ടിയേഴ്സ് എന്ന പദവി എടുത്തുമാറ്റി തൊഴിലാളികളാക്കി ആശമാരെ മാറ്റിയാൽ അർഹമായ വേതനവും ആനുകൂല്യങ്ങളും അവർക്ക് കിട്ടുമെന്ന കാര്യത്തിൽ ഉറച്ചാണ് വീണ ജോർജ് വാദിച്ചത്. എന്നാൽ അതിലൊന്നും കേന്ദ്രം അനുകൂല നിലപാടല്ല സ്വീകരിച്ചത്. നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തേക്ക് വന്ന വീണ ജോർജിന്റെ വാക്കുകളിൽ തൃപ്തരാകാതെയാണ് ആശമാർ സമരം തുടരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നാളെ വീണ്ടും ആശമാരുമായി അടിയന്തര യോഗം ചേരാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. 10,000 രൂപ ഉറപ്പായും കുറയാതെ അവർക്ക് ലഭിക്കുമെന്ന് വീണ ജോർജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞുവെങ്കിലും 500 രൂപ കുറയാതെ ദൈനംദിന കൂലി കിട്ടണമെന്ന ആവശ്യം അവർ ശക്തമാക്കുകയാണ് ഉണ്ടായത്. ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിക്കുന്നത് ആലോചിക്കാനും ആശമാരെ അനുഭാവപൂർവ്വം ചേർത്ത് പിടിക്കാനും ഉതകുന്ന തീരുമാനങ്ങളിലേക്കാണ് അവരെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. എന്നാൽ കേന്ദ്രം അവഗണിച്ച എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് ആശമാരെ ചേർത്ത് പിടിക്കുക സംസ്ഥാന സർക്കാരിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതിക്ക് കഴിയുന്ന കാര്യമല്ല. ആരോഗ്യമന്ത്രിയുടെ ചേംബറിൽ വെച്ച് നാളെ വൈകുന്നേരം 3 മണിക്കാണ് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. അതേസമയം ഒരു ദിവസം 232 രൂപ കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നാണ് മിനി വീണ്ടും പറയുന്നത്. ഈ 232 രൂപ കൊണ്ട് ആശാപ്രവർത്തക അല്ലാത്ത മിനി എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നാണ് മലയാളികൾ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് തീരുമാനങ്ങളല്ല അറിയേണ്ടത്, ഉത്തരവുകളാണ് ലഭിക്കേണ്ടത് എന്നുള്ള ഉറച്ച നിലപാടിൽ യാതൊരു മാറ്റവും പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നില്ല. സമരം അവസാനിപ്പിക്കാതിരിക്കുന്നത് തന്നെയാണ് മിനിയെ പോലുള്ള നേതാക്കന്മാർക്ക് നല്ലത്. അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ദിവസക്കൂലി ഇല്ലാതായി പോകും. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒക്കെ പിൻബലത്തിൽ ഈ സമരം അവസാനിപ്പിക്കാമെന്ന് പാവപ്പെട്ട ആശാ തൊഴിലാളികൾ കരുതേണ്ട. ശരിക്കും ആശാപ്രവർത്തകരായി ജോലി ചെയ്യുന്നവരാണ്, ഇതിന്റെ ദുരിതവും ദുഃഖവും അനുഭവിക്കുന്നവരാണ് വീണ ജോർജിനെ ഉൾപ്പെടെ നാളെ കാണേണ്ടത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ചെമ്മരിയാടുകൾ കൂട്ടിമുട്ടി തല പൊട്ടി ചോര വന്നാൽ മാത്രം വയറു വീർക്കുന്ന ചെന്നായ്ക്കൾ ഉള്ളിടത്തോളം ആശമാരുടെ കാര്യം കഷ്ടമാണ്.